ഞാൻ പറയാം. ഇത് എൻ്റെ അവിടുത്തെ മിനി കൂപ്പറിന്റെ മുൽക്കിയാണ്. ഇതങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാൻ പാടില്ല. എന്റെ മിനി കൂപ്പറിന്റെ ഇതാണ് ലൈസൻസാ. ഇത് എന്റെ അവിടുത്തെ ID കാർഡാണ്. ദുബായ് എമിറേറ്റ്സ് ID ആണ്. ഇത് അവിടുത്തെ ഒരു ബാങ്കിന്റെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ATM കാർഡാണ്. ഇത് അവിടുത്തെ മഷ്രിഖ് ബാങ്കിന്റെ ATM കാർഡാണ്. ഇത് ഇവിടെ ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഭാവിയിൽ എപ്പോഴെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന NRI അക്കൗണ്ട് വേണമല്ലോ. അപ്പൊ അതിന് അമ്മയുടെ നിർബന്ധപ്രകാരം പോയിട്ട് എടുത്ത NRI അക്കൗണ്ടിന്റെ ATM കാർഡാണ്. ഇത് ഇവിടുത്തെ എന്റെ 18 വയസ്സിൽ ഞാൻ തുടങ്ങിയ അക്കൗണ്ടാണ് ഫെഡറൽ ബാങ്കിന്റെ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എപ്പോഴും എന്റെ എല്ലാ ഡീലിംഗ് നടത്തുന്നത് ഫെഡറൽ ബാങ്ക് ആയിട്ടാണ്. അതിന്റെ ATM കാർഡ്. പിന്നെ ഇത് എന്റെ അവിടുത്തെ ലൈസൻസ്, UAE ലൈസൻസ്. പിന്നെ ഇത് മുമ്പുണ്ടായിരുന്ന ഒരു ADCB ബാങ്കിന്റെ ATM കാർഡ്. ഇത് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഓഡിന്റെ മുൽക്കിയാണ് അവിടെ ബുക്കും പേപ്പറിനെ പറയുന്നതാണ്. ഇവിടുത്തെ ബുക്കും പേപ്പർ പറയുന്ന പോലെ അവിടുത്തെ മുൽക്കിയ. പിന്നെ ദുബായിലെ പഴയ ID, പഴയ ലൈസൻസ് ഇപ്പൊ റിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ വലിയ റിച്ച് ആണെന്നൊന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം UAEയിലുള്ള എല്ലാവരുടെയും പേഴ്സിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. കുറെ ബാങ്കിന്റെ ATM കാർഡും. അല്ല, അതങ്ങനെ നല്ല മെഷീൻ നന്നാവുമ്പോ കാർഡുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. ഏത് ഭാഗത്തെ കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതങ്ങനെ വരുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മെഷീനാകുമ്പോൾ ഇഷ്ടംപോലെ കാർഡുകൾ ഉണ്ടാവും. കുറേ കാർഡുകൾ ഒന്നുമില്ലെങ്കിൽ എവിടെന്നെങ്കിലും കാർഡുകൾ വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് സംഭവം. ഇവിടെ 40-45 കൊല്ലമായിട്ട് പണിയെടുക്കണ മഹാസാധുക്കൾക്കും 2 ATM കാർഡ് ഉണ്ടാവുള്ളൂ. ഒന്ന് പിടുത്തി ഒന്ന് നാളെ. ഇവരൊക്കെ ഒരു പണിയില്ലാതെ ഇത്രയും കാർഡുകളും ഇത്രയും ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തിന്? മറ്റേ UPയിലെ ബാങ്കിന്റെ കാർഡ് വരെ ഉണ്ട്. ഇഷ്ടന്നെ. അതാ പറഞ്ഞു, നല്ല ATM മെഷീൻ ആകുമ്പോൾ കാർഡുകൾ പല ഭാഗത്തുനിന്നും വരും. അതൊക്കെ ഒരു യോഗമാണ്. വെറുതെ നമ്മളിങ്ങനെ ഇതും നോക്കിയിരിക്കുക എന്നല്ലാതെ എന്ത് കാര്യം അല്ലേ? അതൊരു മെഷീൻ.